2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കടവിൽ ആ മെയിൻ നടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ ഒരു വലിയ ഭാഗ്യമുണ്ടായത് ഇപ്പോൾ കുറച്ച് മുമ്പേ MTയുടെ 9 കഥകൾ സിനിമയാക്കാൻ പോകുന്നുണ്ടല്ലോ. അതിൽ ഒരു കഥയിൽ ഞാൻ മമ്മൂട്ടി സാറിൻ്റെ ചെറിയമ്മയായിട്ടാണ് അഭിനയിച്ചത്. അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യവും MT സാറിൻ്റെ സിനിമയിലൂടെ എനിക്കുണ്ടായി. എന്തായാലും നമുക്ക് ഈ വേർപാട് വല്ലാത്ത നഷ്ടമാണ് വരുത്തി വെച്ചത്. നാടകലോകത്തും സിനിമാ ലോകത്തും സാഹിത്യ ലോകത്തും എല്ലാം വളരെ നഷ്ടമാണ് ഉണ്ടായത്. എന്തായാലും സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നടി സാവിത്രി ശ്രീധരന്റെ പ്രതികരണമാണ് കണ്ടത്. കടവ് MT നിർമ്മിച്ച സിനിമ കൂടിയാണ്. അതിന്റെ സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച നിരവധി പേർ നേരത്തെ അവിടെ ശ്രീ കുട്ടിയേട്ടത്തി വിലാസിനി വന്നിരുന്നു. അവർ തന്നെ വളരെ വികാര നിർഭരമായി MTയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവർ സൂചിപ്പിച്ചു. അതുവരെ ശ്രീധരനും കോഴിക്കോട് ആസ്ഥാനമായുള്ള കലാകാരിയാണ്. അടുത്ത കാലത്തായിട്ട് നിരവധി സിനിമകൾ അവർ മുഖം കാണിക്കുന്നുണ്ട്. കുട്ടിയേട്ടത്തി വിലാസിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് വിലാസിനി എന്ന നാടക നടിയായിരുന്നു. പിന്നീട് ഈ സിനിമയിൽ അഭിനയിച്ചതോടുകൂടിയാണ് അവർക്ക് കുട്ടിയേട്ടത്തി വിലാസിനി എന്ന വിളിപ്പേര് ലഭിക്കുന്നത്, പ്രശസ്തി ലഭിക്കുന്നത്. കുട്ടിയേട്ടത്തി MTയുടെ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു ചെറുകഥയാണ്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ചെറിയമ്മയുടെ ആത്മാംശമുള്ള ഒരു കഥാപാത്രമാണ് കുട്ടിയേട്ടത്തി എന്ന കഥയിൽ MT പറയുന്നുണ്ട്, കുട്ടിയേട്ടത്തി കറുത്തിട്ടാണ്, ജാനുവേട്ടത്തി വെളുത്തിട്ടായാൽ എന്താ, എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയേട്ടത്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള കഥകളിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടിയേട്ടത്തി സിനിമയായപ്പോൾ പ്രധാന റോളിൽ അഭിനയിക്കാൻ കഴിഞ്ഞ കുട്ടിയേട്ടത്തി വിലാസിനിയാണ് അല്പം മുമ്പ് നേരത്തെ പ്രതികരിച്ചത്. അതുപോലുള്ള സാവിത്രി ശ്രീധരൻ ഇപ്പോൾ പ്രതികരിച്ചു.